ഡേ 3 ആണ്. നമ്മൾ 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്കിയാണ് പറയാൻ പോകുന്നത് കേട്ടാ. അപ്പൊ കോംപ്ലക്സ് നമ്പറിന്റെ ഈക്വാലിറ്റിനെ കുറിച്ച് ഇനി പറയാൻ പോണേ. അതായത് ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ എപ്പോഴാണ് ഈക്വൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിന് ഞാൻ തരികയാണ്. എ പ്ലസ് ഐ ബിയും അതേപോലെ സി പ്ലസ് ഐ ഡിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും ആൻഡ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും, നിർബന്ധമാണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് തരികയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. അതായത് എക്സ് കണ്ടുപിടിക്കണം. ഇഫ് ടു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് 3i-യും ആൻഡ് 3+3i-യും ഈക്വൽ ആണ്. അതായത് ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണ് എങ്കിൽ എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം അല്ലേ? സോ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3 കിട്ടും. കാരണം എന്താ? ആദ്യത്തേതിലത്തെ റിയൽ പാർട്ട് എക്സ് ആണ്, രണ്ടാമത്തേതിലത്തെ റിയൽ പാർട്ട് 3 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പർ പറയുന്നത്. വേറെ എക്സാമ്പിൾ തരാം. 5 - 2i ഈക്വൽ ടു 5 - yi. അപ്പൊ എങ്ങനെ കമ്പയർ ചെയ്യാം നമ്മള്? നോക്ക്, ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത് കേട്ടാ. അപ്പൊ 2 ഈസ് ഈക്വൽ ടു y എന്ന് എഴുതാം. സോ y-ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഈക്വാലിറ്റി പറയുന്നത് കേട്ടാ. ഇനി ഞാൻ 2-3 പ്രോബ്ലംസ് കൂടി തരാം. അതായത് ഒരു 2 - 3i ഈക്വൽ ടു എക്സ് പ്ലസ് yi ഇങ്ങനെ തന്നേക്കാന്ന് വിചാരിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. അപ്പുറത്തെ സൈഡത്തെ റിയൽ പാർട്ടോ എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2 കിട്ടി. പക്ഷെ അടുത്തത് നോക്കിയേ, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ? അതുകൊണ്ട് തെറ്റിക്കരുത്. y ഈക്വൽ ടു 3 എഴുതി തെറ്റിക്കരുത്. രണ്ടു പേർക്കും ഒരേ ചിഹ്നമായിരുന്നെങ്കിൽ ദേ ഇവിടെ ചെയ്ത പോലെ നമുക്ക് 2 മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ സെയിം ചിഹ്നമല്ലല്ലോ. ഒരാള് -3-യും മറ്റേയാള് +y ആണ്. അപ്പൊ അതുകൊണ്ട് y ഈക്വൽ ടു -3. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇവരുടെ ഈക്വാലിറ്റി ചെയ്യാനായിട്ട്. എന്ന് പറയുന്നത് അഡീഷൻ ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അഡീഷനും അതേപോലെ തന്നെ സബ്ട്രാക്ഷനും ഈസിയാണ്. ഇത് രണ്ടും ഭയങ്കര ഈസിയാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് പിന്നെയും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ നമുക്ക് നോക്കാം. ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അതായത് 2 + 3i ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. പ്ലസ് അതേപോലെ തന്നെ 1 - 4i ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്യാനല്ല പറഞ്ഞേക്കണേ. അപ്പൊ എഴുതേണ്ടത് എങ്ങനെയാണ്? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 2 + 1 ആഡ് ചെയ്തു, പ്ലസ് i അവിടെ നിർത്താം. എന്നിട്ട് ഇമാജിനറി പാർട്ട് എന്തിട്ടേക്കാ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ -4 ഉണ്ട് അല്ലേ? സോ ദാറ്റ് ഈസ് 3 + -4. കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 1 3 ആണ്. പ്ലസ് i ഇൻറ്റു 3 + -4 ദാറ്റ് ഈസ് 3 - 4 അല്ലേ? ആ നെഗറ്റീവും പോസിറ്റീവും ചേർന്ന് എന്തായി മാറി? നെഗറ്റീവായി മാറി. 3 - 4 എന്താ? -1. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 - i. അതായത് 1 × i നമ്മൾ i ആയിട്ട് തന്നെ വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ അഡീഷൻ വരുന്നത്. പിന്നെ ജനറൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. a + bi പ്ലസ് c + id എടുക്കുക. പ്ലസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് a + c ചെയ്യുക പ്ലസ് i × b + d ചെയ്യുക. ഇതാണ് അഡീഷൻ വരുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് സബ്ട്രാക്ഷനും. കൂട്ടണതിന് പകരം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അത്രയുള്ള വ്യത്യാസം. അതായത് ഇപ്പം a + bi മൈനസ് c + id ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് അങ്ങനെ വിചാരിച്ചോ. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് a - c. ഓക്കെ. പിന്നെ അടുത്തത് a - c-യും കൊടുക്കുക പ്ലസ് i ഇൻറ്റു അടുത്ത എന്താ കൊടുക്കുക? b - d കൊടുക്കുക. അതായത് ആ പ്ലസ് ചെയ്തോടത്ത് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ഷൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ സബ്ട്രാക്ഷൻ വരുന്നത് കേട്ടോ. നമുക്ക് 2-3 പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്താലോ? അതായത് 2 + 3i അതേപോലെ തന്നെ പ്ലസ് അടുത്തത് 1 - 4i പ്ലസ് -2 + i. അതായത് ഇത്രയും കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനാ പറഞ്ഞേക്കണേ. അപ്പൊ ഓരോരുത്തരുടെ റിയൽ പാർട്ട് നമുക്ക് എടുക്കാം. ഓരോരുത്തരുടെ അതായത് ഇതൊരാള് അതേപോലെ ഇതൊരാള്. ഓരോരുത്തരുടെ റിയൽ പാർട്ടുകൾ ഏതൊക്കെയാ വരുന്നത്? 2 +
1 പ്ലസ് -2 ഇതല്ലേ ഒരാള് ആദ്യത്തെ സെക്ഷൻ വരുന്നത്. പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് ആരാ? ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ന്റെ കൂടെയുള്ള ആൾക്കാർ കേട്ടാ. അപ്പൊ 3 ഇവിടെ വരുമ്പോ -4 ആണ് കിടക്കുന്നത്, പിന്നെ +1 ആണ് കിടക്കുന്നത്. അല്ല ന്റെ കോഎഫിഷ്യന്റ് 1. അപ്പൊ നോക്കി ഈ രണ്ട് ക്യാൻസൽ ആയി 1 ആയി മാറി. 3 - 4 എന്താ? -1. -1 +1 0 ആയി ക്യാൻസൽ ആയി പോയില്ലേ മൊത്തത്തില്. അപ്പൊ 1 മാത്രല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിനെ കോംപ്ലക്സ് നമ്പർ ആക്കാൻ പറയുകയാണെങ്കിൽ 1 + i 0. അത് നിർബന്ധമൊന്നുമില്ല, 1 തന്നെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ അഡീഷൻ വരുന്നത്. ലാസ്റ്റ് വീഡിയോയില് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് എക്സസൈസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ടോപ്പിക്കും അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പോലത്തെ ഒരു സബ്ട്രാക്ഷൻ ചെയ്യാം. അതായത് സബ്ട്രാക്ട് 5 - 6i ഫ്രം 3 - 5i. ഇതിന്റെ അർത്ഥം എന്തെന്നാ? ഫ്രം എവിടെ നിന്നാ? അതായത് 3 - 5i നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 5 - 6i സബ്ട്രാക്ട് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കിയേ, 3ന്ന് 5 കുറയ്ക്കണം. അതേപോലെ പ്ലസ് i ഇൻറ്റു നോക്കിയേ, ഇവിടത്തെ i എന്ന് പറയുന്നത് -5 അല്ലേ? -5 ഉണ്ട്. പിന്നെ ദേനാ ഈ മൈനസ് നമ്മൾ എടുത്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇവിടെ -6 ഉണ്ട്. അപ്പൊ -6 എടുത്തു. സോ ഫൈനൽ ആൻസർ 3ന്ന് 5 പോയി കഴിഞ്ഞാൽ എന്താ വരുന്നത്? -2. പിന്നെ അടുത്തത് പ്ലസ് i ഇൻറ്റു ഇതൊന്നും ഞാൻ ചെയ്യട്ടെ കേട്ടാ. -5 രണ്ട് നെഗറ്റീവും ചേർന്ന് +6 അല്ലേ? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്. അപ്പൊ 6ന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാ? 1. അപ്പൊ -2 പ്ലസ് i. കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സബ്ട്രാക്ഷൻ വരുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കിയേ, ഞാനൊരു പ്രോബ്ലം തരാം. 5 - 8i ഫ്രം 6 - 3i. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്ക്, ഫ്രം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 6 - 3i നിന്നാണ് കേട്ടാ. എന്ന് പറഞ്ഞാൽ 6 - 3i നിന്ന് വേണം എന്ത് സബ്ട്രാക്ട് ചെയ്യാൻ? 5 - 8i സബ്ട്രാക്ട് ചെയ്യാൻ. അല്ലാണ്ട് ആദ്യം 5 - 8i തന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് തെറ്റിച്ച് വെച്ചേക്കരുത്, മാർക്ക് കളയരുത്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ടോപ്പിക്ക് കാണാം.